റീസെന്റ് റിലീസായ ഒരു മലയാളം മൂവിയാണ് ഗോളം. ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നൈസ് മൂവിയാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന ജോണറിൽ നൈസ് ആയിട്ട് തന്നെ ഈ ഒരു മൂവി പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ആ ഒരു എൻഗേജിംഗ് ഫാക്ടർ നിലനിർത്തി തന്നെ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു മൂവിയുടെ കണ്ടന്റും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ടെല്ലിംഗും ആ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ് ആയിരിക്കും ഈ ഒരു മൂവി എന്നുള്ളത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു IT ഫേം കൊച്ചിയിലുള്ള അതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ദിലീഷ് പോത്തന്റെ ക്യാരക്ടർ. സോ പുള്ളിക്കാരൻ ഒരു ദിവസം ഓഫീസിലെ വാഷ്റൂമിൽ മരിച്ചു കിടക്കും. സോ അതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ സൂസൈഡ് ആണോ അല്ലെങ്കിൽ ആക്സിഡന്റ് എടുത്താണോ എന്ന് അറിയത്തില്ല. സോ അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വരുന്ന ഒരു പോലീസ് ഓഫീസർ ആൻഡ് ഈ ഒരു ഇൻസിഡന്റ് സസ്പെക്ട് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഓഫീസിലുള്ള മറ്റുള്ള എംപ്ലോയീസ് ആണ്. സോ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കേസിന്റെ സൊല്യൂഷൻ എന്താണ് അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതിന്റെയൊക്കെ ആൻസേഴ്സ് എന്താണെന്നാണ് ഈ സിനിമ സംസാരിക്കുന്നത്. മരിച്ച ഒരാളെന്ന് പറയുമ്പോൾ നോർമൽ ആയിട്ടുള്ള ആളല്ല, ഒരു നല്ലൊരു പൊസിഷനുള്ള ആളാണ്. സോ അതുകൊണ്ട് തന്നെ അത്രമാത്രം പ്രഷർ ആ ഒരു പോലീസ് ഓഫീസറിനുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കേസ് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ സ്ഥിരം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവീസിലൊക്കെ കാണുന്ന ഒരു പാറ്റേൺ ഉണ്ടെങ്കിലും ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, അത് നൈസായിട്ട് തന്നെ ഈ ഒരു മൂവിയിൽ ചെയ്തിട്ടുണ്ട്. ചില ഏരിയാസിൽ സ്ക്രീൻ പ്ലേ കുറച്ചും കൂടി ബെറ്റർ ആക്കാന്നുണ്ടായിരുന്നു. അതായത് ചില പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. അല്ലെങ്കിൽ ചില ഏരിയാസിൽ നമ്മളിങ്ങനെ ആലോചിക്കും ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല. കാരണം അത് ആ ഒരു ഏരിയയിലുള്ള റൈറ്റിംഗ്സിന്റെ കുറച്ച് കുഴപ്പമാണ്. അത് ജസ്റ്റ് മാറ്റി നിർത്തിയ ബാക്കി എല്ലാം അടിപൊളിയായിട്ട് തന്നെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി മേക്കിംഗ് പ്രസന്റേഷനും ആയിരുന്നു ഈ ഒരു എൻറ്റയർ മൂവിക്കുള്ളത്. കാരണം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ്, ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഇവരെ തന്നെ റിപ്പീറ്റ് ഇങ്ങനെ കാണിക്കും. ആ ഒരു ഇൻസ്റ്റൻസ് റിപ്പീറ്റ് ഇങ്ങനെ പറയും. സോ നമ്മൾ കാണുമ്പോൾ നമുക്ക് ബോറടിക്കാനും പാടില്ല, പക്ഷെ എന്നാൽ ആ ഒരു ത്രില്ലിംഗ് മൂവ്മെന്റ് കൈവിട്ട് പോകാനും പാടില്ല. അത് നല്ല രീതിക്ക് തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ചില ഇൻവെസ്റ്റിഗേഷൻ മൂവ്സിലൊക്കെ കാണത്തില്ല, ഒരു കേസിന്റെ ബാക്കിൽ പോകുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ തന്നെ പിന്നെ ഇങ്ങനെ കാണിക്കുന്നത്. സോ അങ്ങനെ ഈ ഒരു മൂവിയിൽ കുറച്ച് സീക്വൻസ് ഉണ്ട്, പക്ഷെ അതൊക്കെ ഒരു തരത്തിൽ നമ്മളെ ബോറടിപ്പിക്കാതെ അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ ഒരു മെയിൻ എലമെന്റ് ഉണ്ട്, അതായത് ഈ ഒരു മൂവിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിന്റെ ഒരു എക്സിക്യൂഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. അത് നല്ല രീതിക്ക് തന്നെ, ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ മൂവി സ്പോയിൽ ആയിപ്പോ. സോ ആ ഒരു എലമെന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് വളരെ നൈസ് ആയിട്ട് തന്നെ ഈ ഒരു മൂവിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സീക്വൻസിന്റെ പ്രസന്റേഷൻ ആയാലും അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈൻ ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ആ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്ന അധികം നമ്മൾ മലയാളം മൂവിയിൽ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ആ ഒരു സ്റ്റോറി ലൈനും അതിന്റെ പ്രസന്റേഷനും അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കാണാനായിട്ട്. ആൻഡ് എടുത്തു പറഞ്ഞ കാര്യം ഈ മൂവിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. എല്ലാവരും, അതായത് കുറെ ന്യൂ ഫേസ് ഉണ്ട് ഈ സിനിമയിൽ. എല്ലാവരും നൈസ് ആയിട്ട് തന്നെ അവരുടെ ക്യാരക്ടർ സ്പേസ് എന്താണോ അല്ലെങ്കിൽ അവരുടെ റോൾസ് എന്താണോ അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സിദ്ദീഖൊക്കെയാണ്. കാരണം പുള്ളിക്കാരന്റെ ഒരു എൻട്രി ഉണ്ട്, പിന്നീട് സിനിമ വേറെ രീതിക്ക് പോകും. അതായത് ആ ഒരു ക്യാരക്ടർ അത്ര കിടിലൻ ക്യാരക്ടറാണ്. നൈസായിട്ട് തന്നെ സിദ്ദീഖ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കാരണം സിദ്ദീഖൊക്കെ ഇതൊക്കെ സിമ്പിളാണ്. കാരണം ആ ഒരു ഡയലോഗ് ഡെലിവറി ആയാലും ആ ഒരു സീൻ എക്സിക്യൂഷൻ ആയാലും പുള്ളിക്കാരനെ തന്നെ വേറെ രീതിക്കൊക്കെ കൊണ്ടുപോകണം. ഒരു സിമ്പിളായിട്ട് ഇങ്ങനെ പോയിട്ട് പുള്ളിക്കാരൻ്റെ ഒരു എൻട്രിയിലൊക്കെ വരുമ്പോൾ പിന്നീട് ആ ഒരു സീൻ തന്നെ അല്ലെങ്കിൽ ആ ഒരു എൻ്റെ എലമെന്റ് തന്നെ അങ്ങനെ മാറിപ്പോകുന്ന രീതിക്കാണ് പുള്ളിക്കാരൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിദ്ദീഖൊക്കെയുടെ ആ ഒരു ക്യാരക്ടറും ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആണ്. കാരണം മൂപ്പര് വാസ് പൊളിയായിരുന്നു. ആൻഡ് മറ്റുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഈ സിനിമയിൽ ഒരുപാട് നല്ല നല്ല പെർഫോമൻസ് ചെയ്ത ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓഫീസിൽ സസ്പെക്ട് ആയിട്ട് നിൽക്കുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, അവരുടെ പ്രസന്റേഷനോ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ പെർഫോമൻസും അടിപൊളിയായിരുന്നു. കാരണം ചില ഏരിയാസിലൊക്കെ അവരുടെ ഒരു POV ആണ് കഥ മുന്നോട്ട് പോകുന്നത്. സോ ആ ഒരു പെർഫോമൻസ് വൈസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നീട് നമ്മൾ സണ്ണീവൻ ഒരു ക്യാമിയോ റോൾ ചെയ്തിട്ടുണ്ട്. ക്യാമിയോ റോൾ ആണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഒരു സിനിമയെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് അത്. സോ എന്താ നിങ്ങൾ കണ്ടു നോക്കും, ഞാൻ സസ്പെൻസ് വിളിക്കുന്നില്ല. ആൻഡ് ഈ ഒരു മൂവി ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ സിനിമോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, കളറിംഗ്, ആർട്ട് വർക്ക് എല്ലാം അടിപൊളിയാണ്. എല്ലാം നൈസായിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറി ലൈൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആഡപ്പ് ചെയ്യാതെ, അതായത് ട്രാക്ക് മാറി കുറെ സബ് സ്റ്റോറീസ് ഒക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ പിന്നെയും ഇങ്ങനെ പറഞ്ഞു പോകാതെ അത് എന്താണ് ഇപ്പോൾ സബ് സ്റ്റോറീസ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പോർഷൻ എത്തുമ്പോൾ അതിനെ കണക്ട് ചെയ്ത് വേറെ സ്റ്റോറി പോകുന്നുണ്ട്, പക്ഷെ അതിന് വലിച്ചു നീട്ടി അത് വേറൊരു വലിയ സ്റ്റോറി ആക്കി അങ്ങനെയൊന്നുമില്ല. ആ ഒരു സ്റ്റോറി എന്താണോ അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് എന്താണോ അത് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. സോ അങ്ങനെ നൈസായിട്ട് തന്നെ മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നമ്മൾ ചിലപ്പോൾ ചില മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു സബ് സ്റ്റോറി വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യത്തിനെ കണക്ട് ചെയ്ത് വേറെ സ്റ്റോറി വരുമ്പോൾ അത് തന്നെ കുറെ നേരം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ ഒരു കാര്യമൊന്നും ഈ സിനിമയിൽ ഞാൻ അധികം കണ്ടില്ല. അങ്ങനത്തെ സബ് സ്റ്റോറീസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും അത് ലിമിറ്റഡ് ആയിട്ട് ഒതുക്കി ആൾക്കാർക്ക് എന്താണ് ആവശ്യം, എന്താണ് ഇവിടെ നിന്ന് അറിയേണ്ടത്, അത് അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എന്റെ മാത്രം ഒരു ഒപ്പീനിയൻ ആണ്. ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിന്റെ ഒരു കണ്ടന്റും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഏകദേശം എൻ്റയർ മൂവി എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതെന്താ സൂപ്പർ പവർ ഉണ്ടാന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഓൾറെഡി ഇതേ പാറ്റേണിലുള്ള അല്ലെങ്കിൽ ഇതേ ഒരു പ്രസന്റേഷൻ സ്റ്റൈലുള്ള ഒരു മൂവി കണ്ടിട്ടുണ്ട് ഹോളിവുഡിൽ. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അത് പോയി കണ്ടു നോക്കിയാൽ ഓക്കെ, പിന്നെ പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ ആ ഒരു പേര് പറയാം ഏത് മൂവിയാന്നുള്ള കാര്യം. സോ ആ ഒരു മൂവി ഓൾറെഡി കണ്ടിട്ടുള്ളതുകൊണ്ട് ഈ ഒരു മൂവിയിലുള്ള പല ഏരിയാസും എനിക്ക് കുറച്ച് പ്രഡിക്റ്റബിൾ ഒക്കെ ആയിട്ട് ഫീൽ ആയി. ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. സോ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നൈസ് ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. ഈ ത്രില്ലർ മൂവീസും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുപോകുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മൂവി. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.